നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്ന് മരിച്ച തിരുവല്ല സ്വദേശിനി നഴ്സ് രഞ്ജിതയെ അധിക്ഷേപിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ഡെപ്യൂട്ടി തഹസീൽദാറെ അറസ്റ്റ് ചെയ്തു. വെള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തഹസീൽദാർ എ പവിത്രനെയാണ് അറസ്റ്റ് ചെയ്തത്. ആളുകളെ അപകീർത്തിപ്പെടുന്ന പോസ്റ്റ് ഇടുക, പരാതിയും പ്രതിഷേധവുമാവുമ്പോൾ പിൻവലിച്ച് മാപ്പ് പറയുക, ഇത് സ്ഥിരം തൊഴിലാക്കിയ സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇയാൾ. ജോലിസ്ഥലത്ത് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇയാൾ മദ്യപിച്ചിരുന്നു. പവി ആനന്ദാശ്രമം എന്ന പ്രൊഫൈലിൽ നിന്നാണ് പവിത്രൻ രഞ്ജിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയത്. കമന്റിൽ അശ്ലീലവും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വാക്കുകളും ഉണ്ടായിരുന്നു. വിവാദമായതോടെ പോസ്റ്റ് നീക്കം ചെയ്തു. ജാതീയമായി അധിക്ഷേപിച്ചാണ് പവിത്രൻ ആദ്യം രഞ്ജിതയ്ക്കെതിരെയുള്ള പോസ്റ്റ് പങ്കുവച്ചത്. 2 ഫേസ്ബുക്ക് ID ഉണ്ട് ഇയാൾക്ക്. രണ്ടിലും മോശമായ കമന്റുകൾ ഇടും. പലരും പരാതി നൽകാത്തതിനാലാണ് ഇയാൾക്കെതിരെ നടപടികളുടെ എണ്ണം കുറഞ്ഞത്. സംഭവം വിവാദമായതോടെ ഇയാൾ പോസ്റ്റ് പിൻവലിച്ചു. പവിത്രനെതിരെ ഒട്ടേറെ പേർ മുഖ്യമന്ത്രിക്ക് ഓൺലൈനായി പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ഇയാളെ സസ്പെൻഡ് ചെയ്ത് ജില്ലാ കളക്ടർ ഇ ഇമ്പശേഖരൻ ഉത്തരവിറക്കിയത്. നിരന്തരമായ റവന്യൂ വകുപ്പിനും സർക്കാരിനും അപകീർത്തി ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ആവർത്തിക്കുന്നതിനാൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടൽ അടക്കമുള്ള കർശനമായ നിയമ നടപടികൾക്ക് ജില്ലാ കളക്ടർ സർക്കാരിലേക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതോടെ ആർക്കും പവിത്രനെ രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയും വന്നു. കളക്ടറുടെ റിപ്പോർട്ട് സർക്കാർ ഗൗരവത്തിലെടുക്കും. പവിത്രനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. പവിത്രനെതിരെ ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. BNS 196, 75, 79, 67A, IT ആക്ട് എന്നീ വകുപ്പുകൾ ചുമത്തി. റവന്യൂ മന്ത്രി K രാജനെ മുഖ്യമന്ത്രി സംഭവത്തിന്റെ ഗൗരവം അറിയിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപകരമായ പോസ്റ്റുകളും കമന്റുകളും ഇടുന്നത് പവിത്രന്റെ ശീലമാണ്. 2023 ഓഗസ്റ്റിൽ നെല്ലിക്കാട്ട് ശ്രീമദ് പരമശിവ വിശ്വകർമ്മ ക്ഷേത്രം പ്രസിഡന്റ് സമൂഹ മാധ്യമത്തിലൂടെയുള്ള അപകീർത്തി പ്രചാരണവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച പരാതിയിൽ പവിത്രന് ADM താക്കീത് നൽകിയിരുന്നു. 2024 ഫെബ്രുവരിയിൽ സമൂഹ മാധ്യമത്തിൽ അപകീർത്തിപ്പെടുത്തിയെന്ന് കാണിച്ച് V ഭുവനചന്ദ്രൻ സമർപ്പിച്ച പരാതിയിലും സമൂഹ മാധ്യമത്തിൽ കമന്റുകളോ പോസ്റ്റുകളോ ഇടുമ്പോൾ കൂടുതൽ ജാഗ്രത വേണമെന്ന് കാണിച്ച് കർശന താക്കീത് നൽകിയിരുന്നു. തുടർന്നാണ് മുൻ മന്ത്രിയും കാഞ്ഞങ്ങാട് MLA-യുമായ E ചന്ദ്രശേഖരനെ വ്യക്തിപരമായും ജാതീയമായും അധിക്ഷേപിച്ച് പോസ്റ്റിട്ടത്. എല്ലാ പരിധിയും വിട്ടതായിരുന്നു ഈ കമന്റ്. കാസർകോട്ടെ മുതിർന്ന CPI നേതാവാണ് ചന്ദ്രശേഖരൻ. CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിൽ സീനിയറായ തന്നെ തഴഞ്ഞ് പ്രധാന സ്ഥാനങ്ങളിൽ E ചന്ദ്രശേഖരന്റെ താൽപര്യപ്രകാരം നായർ സമുദായങ്ങളെ നിയമിച്ചു എന്നായിരുന്നു അന്ന് പവിത്രന്റെ ആരോപണം. ഇതേ തുടർന്ന് അച്ചടക്ക നടപടിയുടെ ഭാഗമായി പവിത്രനെ സർവീസിൽ നിന്ന് 2024 സെപ്റ്റംബർ 18 സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് നടപടികൾ പൂർത്തിയാക്കി ലഘുശിക്ഷയായ സെൻഷർ നൽകി നടപടി തീർപ്പാക്കുകയും 2024 നവംബർ 7 സർവീസിൽ പുനഃപ്രവേശിക്കുകയും ചെയ്തിരുന്നു. ഈ അച്ചടക്ക നടപടിക്ക് ശേഷം അടുത്തിടെയാണ് സർവീസിൽ തിരിച്ചെത്തിയത്. ഇതിനുശേഷവും സോഷ്യൽ മീഡിയയിൽ അഹങ്കാരം തുടരുകയാണ്. ആളിങ്ങനെ ഓരോ തവണയും ഓരോ തരത്തിൽ വേണ്ടതും വേണ്ടാത്തിടത്തും ഒരാവശ്യവുമില്ലാതെ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പല സമുദായത്തിൽ നിന്നുള്ളവരെ നിരവധി തവണ ഇയാൾ അപമാനിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എനിക്കെതിരെയും ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഞാൻ കൊള്ളാത്തൊരു മന്ത്രിയായിരുന്നെന്നും സർവേ നടത്തി എല്ലാം കുളമാക്കിയെന്നുമൊക്കെ ഇയാൾ പറഞ്ഞിരുന്നു. സർവേ നടത്തിയതൊക്കെ ഉദ്യോഗസ്ഥരല്ലേ, അതിൽ ചില പിഴവുകളൊക്കെ പറ്റിയിട്ടുണ്ടാകാം. അതല്ല, ഏത് മന്ത്രിയോ വ്യക്തിയോ ആയാലും പിഴവുകൾ ഉണ്ടാകും. അതൊന്നും ഉണ്ടാകില്ലെന്ന് പറയുന്നില്ല. പക്ഷെ സർക്കാർ സർവീസിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരം പ്രസ്താവനകൾ പറയുന്നത് ശരിയല്ല. സമുദായം പറഞ്ഞാണ് എന്നെ അപമാനിച്ചത്. എന്നാൽ എൻ്റെ പേരിൽ പോലും എൻ്റെ സമുദായം എന്താണെന്ന് കാണിക്കാത്ത ആളാണ് ഞാൻ. ഒരാളോട് പോലും എൻ്റെ സമുദായം ഏതാണെന്ന് കാണിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകളിലൂടെ എന്തിനാണ് എന്നെ ആക്ഷേപിച്ചതെന്ന് എനിക്കറിയില്ല. അത് സമുദായത്തിനോടുള്ള വിരോധമോ വ്യക്തിയോടുള്ള വിരോധമോ എന്തിൻ്റെ കാര്യത്തിനാണെങ്കിലും ശരിയല്ല. എന്ത് മാനസികാവസ്ഥയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇയാളോട് സഹതാപമല്ലാതെ മറ്റെന്ത് തോന്നാനാണ്? ചന്ദ്രശേഖരൻ ചോദിക്കുന്നു. കർശന നടപടി പവിത്രനെതിരെ ഉണ്ടാകണമെന്നാണ് ചന്ദ്രശേഖരൻ അഭിപ്രായപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.